പറ്റത്തില്ലെന്ന് അറിയാം. അതുപോട്ടെ, സബ് ജയിലിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന കണ്ണേട്ടനെ ജയിൽ പുള്ളികളെ കൊണ്ടും വാർഡനെ കൊണ്ടും തല്ലാൻ കൊട്ടേഷൻ കൊടുത്താരാ? അവരെയൊക്കെ പണം കൊടുത്ത് സ്വാധീനിച്ചതാരാ? മിണ്ടരുത്. കണ്ണേട്ടനെ ഏത് നിമിഷവും ജയിലിൽ നിന്നിറങ്ങും. അത് തടസ്സപ്പെടുത്താനായിട്ട് താൻ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച കരുണ, പിന്നെ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും നീ കാണേണ്ടി വരും. ഇത് ജയിലിൽ കിടന്ന് മടുപ്പ് തീർത്തൊരുത്തന്റെ വാക്കുകളാ. ആ വാക്കുകളെ തള്ളിക്കളയരുത് താൻ. ചായ കുടിച്ചിട്ട് വാ മോനെ. വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്തടത്തുനിന്ന് ഞാൻ കുടിക്കാറില്ല. എന്നാലും പിന്നെ മരുമോന്റെ വീട്ടിൽ വരുമ്പോ ധൈര്യമായിട്ട് ഞാൻ കുടിക്കും. കാരണം മോളിനി എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല. നിന്റെ ഒക്കെ ഉണ്ണിക്കുട്ടനെ കൊന്നാലും. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ണിയെ കൊന്നിട്ടാണല്ലോ നമ്മുടെ മോക്ക് അവനോടൊപ്പം ജീവിക്കണമെന്നല്ലേ? അതെ അതെ, അങ്ങനെയാണല്ലോ ഇപ്പൊ കാര്യങ്ങളിലൊക്കെ പോക്ക്. ഇനി എന്ത് ചെയ്യും കരുണേട്ടാ? സുധേ, ഞാനിനി ആലോചിച്ചിട്ടൊരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താ? എല്ലാം കണ്ടു നിന്ന് നെടുവേർപ്പിടുക. എന്തു പറ്റിയോപ്പാ? തട്ടുകട പൊളിക്കാൻ നോക്കിയത് ഞാനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദീപന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇത്തിരി വൈകിട്ടാണെങ്കിലും അവനെത്തി. ഞാനതേപ്പറ്റി പപ്പയോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അവളുമാര് തട്ടുകട നടത്തിക്കോട്ടെ. ആ കൃഷി ഓഫീസറെ കാർത്തു കല്യാണം കഴിക്കാതിരുന്നാ മതി. എന്നെക്കാൾ നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടരുതെന്നേ എനിക്കുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ദീപനെ പോലെ തന്നെ കരുത്തനായിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവന്മാരൊക്കെ എന്റെ ഉയിരെടുക്കും. നോക്കേ, ഇയാളൊക്കെ കാണുന്നത് വലിയ അപകടമാ. എടോ, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിനാന്നുള്ളത് അയാൾക്കറിയാലോ. പിന്നെ വിവാഹം കഴിച്ച കഥ അയാൾക്കറിയില്ല. അതെ, ഈ തിയേറ്ററൊക്കെ അടച്ചു. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോയി സിനിമ കാണായിരുന്നു. അയ്യോ, ഞാനില്ല. അതെന്താടോ? എടോ, ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. എന്നാ പിന്നെ 2 മണിക്കൂർ തിയേറ്ററിലെങ്കിലും അടുത്തടുത്തിരുന്നൂടെ? അങ്ങനെ ഇപ്പൊ ഇരിക്കണ്ട. എന്റെ ഭാര്യയാണ്, ഞാൻ തൂക്കിയെടുത്തോണ്ട് അങ്ങനെ പോവും. അതെ, നമുക്ക് 1-2 ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ? തനിക്ക് പേടിയുണ്ടോ? സാറിന്റെ ഒപ്പം എവിടേക്ക് വരാനും ഞാൻ തയ്യാറാ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ട. വീട്ടുകാരൊക്കെ അറിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് മതി എല്ലാം. ഇപ്പൊ ആലോചിക്കേ, ഒരു വലിയ വീടെടുത്താൽ മതിയായിരുന്നു. അതിന്റെ താഴെ നിങ്ങൾക്ക് താമസിക്കായിരുന്നു, മുകളിൽ എനിക്കും വക്കീലിനും. എന്നിട്ട് വേണം സാറിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ എന്നെ കാണാൻ. അവർക്കാർക്കും എന്നെ പരിചയമില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അതല്ലല്ലോ സ്ഥിതി. പിന്നെ സാറിനോട് എനിക്കൊരു അപേക്ഷ ഉണ്ടായിരുന്നു. പശുവിനെ ലേലത്തിൽ പിടിക്കാൻ സഹായിച്ചു, തട്ടുകട ഇട്ട് തന്നു, പിന്നെ താമസിക്കാൻ ഒരു വീടും. ഈ മാസാമാസമുള്ള വാടക ഞങ്ങൾ കൊടുത്തോളാം. എന്താടോ അങ്ങനെ? ഭാര്യയ്ക്ക് ചെലവിന് തരേണ്ടത് ഭർത്താവിന്റെ കടമയാ. നിങ്ങളെല്ലാം പിടിച്ചടക്കി, തറവാട് ഉൾപ്പെടെ എല്ലാം സ്വന്തമാക്കി. ഞങ്ങൾ ജീവിക്കാൻ പാടുപെടുക. അതിന്റെ പിന്നാലെ എന്തിനാ വരുന്നത്? ഞങ്ങൾ എന്തിനാ ശ്രദ്ധിക്കുന്നത്? മിക്കവാറും കണ്ണേട്ടനെ സ്നേഹിക്കുന്നവരെ തന്നെ തല്ലിക്കൊല്ലുമെന്നാ തോന്നുന്നേ.
അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. ഇതിനകത്ത് എപ്പോഴാണോ എന്തോ കഞ്ചാവ് വെക്കുന്നത്. ഞാൻ അരുൺ സാറിനൊപ്പം വഴിയരികിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും. എന്നാ ഒരു കാരണവും ഇല്ലാതെയാ നിങ്ങളുടെ മോള് അന്യ പുരുഷനൊപ്പം കറങ്ങി നടക്കുന്നത്. എടിയടി, നീ നിന്റെ സ്വഭാവം എന്റെ മോളെ തലയെ കെട്ടിവെക്കരുത് കേട്ടോ. കരുണ, താൻ പോവാൻ നോക്ക്. അല്ല കുട്ടേട്ടാ, അയാള് പറയട്ടെ. തറവാട്ടിലെ ജനലിലേക്ക് ടോർച്ച് അടിച്ചത് ആരാണെന്ന് ഉൾപ്പെടെയുള്ള സത്യങ്ങള് വേണമെങ്കിൽ വന്ന് പറയും. അത് ചെയ്തവര് തന്നെ. എനിക്കറിയാവടി, നീയൊക്കെ ആരെങ്കിലും കൊണ്ടൊക്കെ പറയിക്കുമെന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല. വരേണ്ടവര് വരുമ്പോ നിങ്ങളുടെ മോള് തന്നെ പറയും ആരാ ടോർച്ചടിച്ചെന്ന്. അവനവന്റെ കാര്യം നോക്കി ജീവിച്ച നിങ്ങൾക്ക് കൊള്ളാം. ഞങ്ങൾക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടുന്നതൊക്കെ നേട്ടങ്ങൾ മാത്രമാ. എന്നാ അതുപോലെയല്ല കാവിശ്ശേരിക്കാരുടെ കാര്യം. വളഞ്ഞ വഴിയിലൂടെ കുന്നോളവാ സമ്പാദിച്ചു കൂട്ടിയത്. അതൊക്കെ കൈവിട്ടു പോയാലേ കരയേണ്ടി വരും. ഭാഗ്യമുണ്ടെങ്കില് പശുവിനെ ലേലത്തിൽ പിടിച്ച പോലെ ആ തറവാട് അരുൺ സാർ ലേലത്തിൽ പിടിക്കും. അങ്ങനെ ഒരു വാക്ക് ഇവക്ക് കൊടുത്തിട്ടുണ്ടോ അവൻ? തറവാട് ലേലത്തിൽ പിടിച്ചിട്ട് ഇവളുമാരെ രണ്ടുപേരെയും അവിടെ താമസിപ്പിക്കാവുന്ന. അത്രയ്ക്ക് അടുത്ത് പോയോടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ആ അടുത്തു. കല്യാണവും കഴിഞ്ഞു. എന്താ തൃപ്തിയായോ? എവിടെ തൃപ്തിയാവാനാ? 2 കിട്ടിയാലേ മനസ്സ് നിറഞ്ഞു പോകത്തുള്ളൂ. നിന്നെ ഞാൻ കണക്കിലെടുത്ത് കഴിഞ്ഞടാ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ നീ എന്റെ നേരെ കത്തിയെടുത്തപ്പോ തന്നെ. ഞങ്ങളെ തട്ടുകടയിലല്ല പണിയെടുത്തത്, പാടത്തും പറമ്പേലുമാ. അതുകൊണ്ട് ശരീരം അല്പം കുറവാണെങ്കിലും കൊണ്ടതാ. കണ്ണന്റെ മാമനാന്നുള്ള വിചാരമൊക്കെ കണ്ണൻ ജയിലിൽ പോയതോടെ കഴിഞ്ഞു. ഇപ്പൊ എവിടെയും വെച്ച് 2 പൊട്ടിക്കണം എന്നും പറഞ്ഞാ നടക്കണത്. പവിത്രേ, നിന്റെയൊക്കെ സമയം കൊള്ളാവടി. ചുറ്റിനും സംരക്ഷിക്കാൻ വാനരന്മാരാണല്ലോ. അതെ, അവരൊക്കെ നേരും നിറയുള്ളവരാ. അല്ലാതെ നിങ്ങളെ പോലെ മറ്റുള്ളവരുടെ കഴുത്തറക്കുന്നവരല്ല. അല്ല, അവള് വിളിച്ചിട്ടാ ഞാൻ വരുന്നത്. ഇവിടെ ഇപ്പൊ മോനില്ല, അതുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരുത്തി പറഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് ഓടിക്കേറി വരുന്നതാണോടാ മര്യാദ? ആഹാ, പെണ്ണിനില്ലാത്ത നാണക്കേട് എന്തിനാ അമ്മച്ചി ആണിന്? നീ കെട്ടിയതാണോടാ? ആ അതെ. എന്നിട്ട് കെട്ടികളെവിടെ? കൂടെ ഇല്ലേ? ഇല്ല. ബന്ധം പിരിഞ്ഞോ? ഇല്ല, 2ാം കെട്ടായിരുന്നു. ആരുടെ? നിന്റെയോ? അവളുടെ. ഓ, അപ്പൊ 2ാം കെട്ടുകാരിയാണോ നീ കെട്ടിയത്? എന്നാലേ അവള് നിന്റെ കയ്യിൽ നിന്ന് കാണത്തില്ല, ചാടിപ്പോയി കാണും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയെ. അതേപ്പറ്റിയൊന്നും അമ്മച്ചിയോട് വിസ്തരിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ കാണണോന്ന് അവള് പറഞ്ഞു, ഞാൻ വന്നു. ഇനി അമ്മച്ചിക്ക് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മച്ചി മരുമോളോട് സംസാരിച്ചാ മതി. വെറുതെ എന്നോട് ഇടയാൻ വരല്ലേ. എന്നെ പോലുള്ള അമ്മച്ചിമാര് വീട്ടിനകത്ത് കാവലിരിക്കുന്നതേ മരുമക്കള് വഴിപഴച്ചു പോകാതിരിക്കാനാ. അപ്പോ അമ്മച്ചിയുടെ മരുമോളെ അമ്മച്ചിക്ക് വിശ്വാസം ഇല്ലല്ലേ? ഉണ്ടായിരുന്നു, എന്നാ ഇപ്പൊ ഇല്ല. നിന്നെ പോലൊരുത്തനെ വീട്ടിലേക്ക് വിളിക്കുമല്ലേ? അങ്ങനെ അന്യ ആണുങ്ങൾ കേറി നിരങ്ങാത്ത തറവാടായിരുന്നു ഇത്. ആയിക്കോട്ടെ, അത് നല്ല കാര്യം തന്നെയാ. അല്ല, എന്നിട്ട് നിങ്ങൾ പിന്നെ എന്തിനാ നിങ്ങളുടെ മൂത്ത മരുമോളെയും കണ്ണേട്ടന്റെ ജീവനായ കാർത്തൂനെയും പുറത്താക്കിയത്? എടാ, അതും ഇത് തന്നെയായിരുന്നു കാര്യം. കണ്ണൻ ഒരുത്തനെ വിശ്വസിച്ച് ഈ വീടിനകത്ത് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തു. അതവൻ മുതലെടുത്തു. പപ്പൻ അവന് ഇപ്പൊ അവക്ക് തട്ടുകട ഇട്ട് കൊടുത്തിരിക്കുന്നത്. പവിത്രേടത്തിയോടൊപ്പം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പപ്പേട്ടനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഒരു ദിവസം രാത്രിയിലേ അവൻ അവളെ കാണാൻ വന്നിട്ട് എന്നെ എന്റെ മോനെയും കൂടെ ഒരുമിച്ച് തള്ളിയിട്ടിട്ടാ ഓടിപ്പോയെ. അമ്മേ, മേലിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇത്തരം സംസാരങ്ങൾ എഴുന്നള്ളിക്കരുത്. ഇനിയിപ്പോ ഇവള് ദീപനുമായിട്ട് എന്റെ മുറിയിലിരുന്ന് സംസാരിച്ചു നിരിക്കട്ടെ. എന്നാലും ഇവളെ ഞാൻ അവിശ്വസിക്കില്ല. തൃപ്തിയായല്ലോ നിങ്ങൾക്ക്? സന്തോഷായോ? ഒരു ദിവസം അവൻ എല്ലാം തിരിച്ചറിയുവടി. എന്താ തിരിച്ചറിയുന്നത്?
ഞാൻ അഴിഞ്ഞാടി നടക്കൊന്നുമല്ലല്ലോ മൂത്ത മരുമോളെ പോലെ. അവൾ എന്നാടി ഇരുട്ടത്ത് പുറത്തിറങ്ങി പോയിട്ടുള്ളത്? പട്ടാപ്പകൽ ഇതുപോലെ ആണുങ്ങളെ വിളിച്ച് മുറിക്കകത്തിരുത്തി സംസാരിച്ചിട്ടുമില്ല. ഞാൻ ഇനിയും വിളിക്കും. അതിനുള്ള ലൈസൻസേ എന്റെ ഭർത്താവ് എനിക്ക് തന്നു കഴിഞ്ഞു. അതിന് അവനൊരു ഭർത്താവാണോടി? അത് വേണമെങ്കിൽ ഞാൻ പോയി നിങ്ങളുടെ മോനോട് ചോദിക്കാം. മുറ്റം തൂക്കാനെന്നും പറഞ്ഞ് ചൂലും കൊണ്ട് ഇറങ്ങിക്കോളും. എന്നിട്ടോ വെറുതെ 2 വരയും വരയ്ക്കും. കരിയിലേയും ചപ്പും ചവറൊക്കെ അവിടെ തന്നെ കിടക്കും. എന്നാ പിന്നെ പോകുന്ന രീതിയിൽ നീ തൂക്കടി. തൂക്കും മിക്കവാറും. തൂത്ത് തുടയ്ക്കും നിങ്ങളെ. അവന്റെ കൂടെ നീ ഒളിച്ചോടി പോകുമ്പോഴേ ഇവിടെ ഒരുത്തം പഠിക്കും. അങ്ങനെ എനിക്ക് ജീവിക്കണമെങ്കിലേ ഒളിച്ചോടി പോവേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അവൻ ഇഷ്ടമാണെങ്കിൽ അവനൊപ്പം ജീവിക്കും. ഇവിടെ പിന്നെ ഓടാൻ പോകുന്നതേ നിങ്ങളും നിങ്ങളുടെ മോനും. അത് ഓർമ്മ വേണം. കിടന്ന് ചാടുന്ന നേരത്തെ കിടപ്പാടം പോലും ഇല്ലെന്ന് മനസ്സിലാക്കിക്കോണം. ചോദിക്കടാ, ചോദിക്ക. എന്തിനാ തല്ലിയെന്ന് ചോദിക്ക. വീട്ടിൽ വരുന്ന ജോലിക്കാരികളോട് ഫോണിലൂടെ കൊഞ്ചയും കൊഴയും ചെയ്യും അല്ലേടാ? എന്നോട് അപ്പ വിളിച്ച് മഞ്ജുമെല്ലാം പറയുന്നുണ്ടായിരുന്നു. വെറുതെ ഓരോന്ന് പറയാ. അല്ല, അവൾ എന്നോട് കള്ളം പറയില്ല. നിനക്ക് ഈ സ്വഭാവമൊന്നും ഇല്ലാതിരുന്നാണല്ലോടാ. അനന്ത് റോഡിലൂടെ പോകുന്ന പെൺകുട്ടികളെയൊക്കെ നോക്കുമ്പോഴും നിന്റെ കണ്ണ് അവിടേക്ക് പോവാതിരുന്നാണല്ലോ. പിന്നെ എന്നു മുതലേ ഈ മാറ്റം? എനിക്കൊരു മാറ്റമില്ല പച്ചി. പിന്നെ നീ ഓരോ പെൺകുട്ടികളെയും ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? വിവാഹം വേണ്ടെന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാ? വിവാഹം കഴിക്കാതെ വായി നോക്കി നടക്കാന്നാണോ നിന്റെ വിചാരം? കണ്ണിക്കണ്ട പെൺകുട്ടികളുടെ പിന്നാലെ ചുറ്റാന്നാണോ? നീ എന്തൊന്നും മിണ്ടാത്തത്? അപ്പച്ചി ചിന്തിക്കുന്ന പോലെ ഞാൻ വഴിയൊന്നും തെറ്റിയിട്ടില്ല. എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കോ? ഭാഗ്യത്തിന് കാണുന്ന പെൺകുട്ടികളൊന്നും അനന്തരവന് ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് പോയി കണ്ട പെണ്ണ് തരക്കെടില്ലായിരുന്നു. മൂത്ത ആൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അരൺകുഞ്ഞ് വേണ്ടെന്നും പറഞ്ഞ് ഒറ്റ നിപ്പായിരുന്നു. അവനും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ കുഴഞ്ഞന്. അവന്റെ വിവാഹത്തെ പറ്റി എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുണ്ട്. അതേ നടക്കാവൂ. അതുവരെ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നല്ല കാര്യം. എന്നാൽ ഇഷ്ടപ്പെട്ടാലോ? അതെങ്ങനെ മുടക്കണം? അത് പിന്നെ എന്നോട് പറയണോ? പക്ഷേ അവിടെയുള്ളവരെന്നെ സംശയിക്കരുത്. സംശയിച്ച പണി പാളും. താൻ പേടിക്കണ്ട. എനിക്ക് വേണ്ടിയല്ലേ താൻ ഈ സഹായമൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അബദ്ധമൊന്നും പറ്റില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ പോയി പെണ്ണ് കണ്ടതിന് ശേഷമേ അവരെന്നെ വിളിച്ചിരുന്നു. പാലക്കൽ കുടുംബത്തെക്കുറിച്ച് നല്ല ധാരണയാ. അതുകൊണ്ട് ബന്ധം നടക്കണമെന്ന് പെണ്ണിന്റെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധം. എനിക്ക് ചില ഓഫറുകളും തന്നു. ഇതിനോടകം അതിനേക്കാൾ കൂടുതൽ ഞാൻ തന്നു കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ നന്ദികേട് കാണിക്കില്ല. കാണിച്ചാൽ തന്റെ ഈ പണി ഞാൻ പൂട്ടിക്കും. അമ്മേ, അമ്മേ. എന്താ? എന്റെ അമ്മേ, അവന്റെ മുറിക്കകത്തെ അടക്കി പിടിച്ച സംസാരം നടക്കുന്നുണ്ട് അരുണിന്റെ. അതവൻ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കുന്നതായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. അവന് ചുറ്റിക്കളിയുണ്ടമ്മേ, ചുറ്റിക്കളിയുണ്ട്. എന്തിനും ഏതിനും നീ അവനെ സംശയിക്കല്ലേ മഞ്ജു? എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അവൻ ഏതെങ്കിലും അടിച്ചു തലിക്കാരി പ്രേമിക്കട്ടെ. നീ തെളിവ് സഹിതം പിടിച്ചതുകൊണ്ടാ ഞാൻ അവനെ സംശയിച്ചത്. അല്ലെങ്കിൽ നിന്നേക്കാളും വിശ്വാസം എനിക്ക് അവനെയാ. അങ്ങനെയുള്ളവരാമേ അവസാനം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ആനന്ദവേട്ടനെ പോലെ ഇത്തിരി വാചകോടിയും
അല്ലറ ചില്ലറ വേണ്ടാത്ത സ്വഭാവം ഉള്ളവരെ അധികം സംശയിക്കേണ്ട കാര്യമില്ല. മിണ്ടാപ്പൂച്ചകളാ പ്രശ്നം. അവര് ഈ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കുന്നുണ്ട് ഒരു ദിവസം പൊട്ടിത്തെറിക്കും. എടി മഞ്ജു, നീയും അവൻ പഠിച്ച കോളേജിൽ തന്നെയല്ലേ പഠിച്ചത്? അന്ന് അവനെ പറ്റി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? അവനെ പറ്റി ടീച്ചേഴ്സ് പറയുന്ന കേൾക്കാൻ തന്നെ ഒരു സുഖമായിരുന്നു. ആർട്സിലായാലും സ്പോർട്സിലായാലും പഠിത്തത്തിലായാലും ഒന്നാമൻ. ഇപ്പൊ ആ കാലമൊക്കെ പോയല്ലോ. ഇന്നിപ്പോ അവൻ മറ്റു പലതിലും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസാരം തീർന്നിട്ടില്ല. അമ്മ വേണമെങ്കിലേ ആ ഡോറിൽ ചെവി വെച്ചൊന്ന് കേക്ക്. അമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ഒന്ന് പോയി കേക്കമ്മേ. നീ നിന്റെ ഭർത്താവിനെ ശ്രദ്ധിക്കാതെ അവന്റെ കാര്യങ്ങൾ നോക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. എന്റെ അമ്മേ, അവന്റെ കള്ളത്തരങ്ങൾ കൈയോട് പിടിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്. അബദ്ധം പറ്റിയാലേ നാണക്കേട് അമ്മയ്ക്കും കൂടിയാ. അങ്ങനെ അബദ്ധമൊന്നും പറ്റില്ല. അവൻ എന്ത് തെറ്റ് ചെയ്യാൻ പോയാലും അതിനു മുൻപ് എന്റെ മുഖം ഓർക്കും. പിന്നെ അവൻ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. എന്തായാലും ഞാനിന്ന് പോയി നോക്കട്ടെ. നമ്മുടെ മോളെ ജീവിക്കാൻ സമ്മതിക്കാത്ത വേറൊരുത്തം വരുന്നു. ഉണ്ണി ഇവിടെ ഉണ്ടോടി? ഉണ്ട്, കാറ് കിടക്കുന്നുണ്ടല്ലേ. എന്റെ ദൈവമേ, കുഴഞ്ഞല്ലോ. അല്ല, രണ്ടാളും നല്ല വിഷമത്തിലാണല്ലോ. എന്തു പറ്റി? ഉണ്ണി അകത്തുണ്ട്. വിജയദാരെ കെട്ടിയോൻ. അതിനെന്താ, ഞാൻ അയാളെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നേ. എന്താ സംസാരിക്കാൻ? ഞാൻ കെട്ടാനിരുന്ന പെണ്ണായിരുന്നല്ലോ നിങ്ങളുടെ മോള്. അവളെ എനിക്ക് ഇങ്ങോട്ട് തരാൻ പറയണം. മോനെ ദീപു, മാനം കളയരുത്, ചതിക്കരുത്. എത്രയോ പേരെ കരുണം ചതിച്ചതാ. അങ്ങനെയാണല്ലോ താഴെ തട്ടിൽ നിന്നും ഈ നില വരെ എത്തിയത്. പിന്നെ മറ്റുള്ളവർ ചെയ്യുമ്പോ എന്താ നിങ്ങളൊരു വേദന? ഇപ്പൊ ഉണ്ണിക്ക് സംശയമൊന്നുമില്ല. രാത്രി ജനലിലേക്ക് ടോർച്ചടിച്ചതും എല്ലാം ഉൾപ്പെടെ ചെയ്തത് ദീപനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അത് പപ്പന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നിങ്ങളെ രണ്ടാളും രക്ഷിക്കുകയായിരുന്നു. എന്തിനാ അങ്ങനെ രക്ഷിച്ചത്? സത്യം അങ്ങ് തുറന്ന് പറയാൻ മേലായിരുന്നു. അവളിപ്പോ എനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറാ. ഞാനാ തടഞ്ഞു നിർത്തിയിരിക്കുന്നെ. അവളുടെ മനസ്സെന്താന്ന് ഞങ്ങൾക്കറിയാം. ഉണ്ണിയെ കളഞ്ഞിട്ട് ദീപുമോന്റെ കൂടെ വന്ന പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇപ്പൊ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുപാട് പേരുടെ കണ്ണീര് കണ്ടതല്ലേ. അതിന്റെ ഒക്കെ ഫലം അനുഭവിക്കാതെ ഇവിടുന്ന് പോവാൻ പറ്റുമോ? ദീപേട്ടാ, ദീപേട്ടൻ എത്തിയോ? നീ വരാൻ പറഞ്ഞ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഉണ്ണി അകത്തുണ്ട് ഇല്ലയോ മോളെ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ദീപേട്ടനെ വിളിച്ചത്. ഉണ്ണിയേട്ടനെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇനി ദീപേട്ടൻ ഇവിടേക്ക് വരും. ദീപേട്ടൻ എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഇവിടെ വരാം. അങ്കിളെ, ആന്റി, എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് ഇരുന്നാലോ? ഇതിപ്പോ ഉണ്ണി നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പറയാണെങ്കിലോ? സാരമില്ല, ആ പരീക്ഷണത്തിന് ഞങ്ങൾ നിന്നു കൊടുക്കാം. അതിന്റെ അവസാനം എന്തായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ. അവിടെ നമുക്ക് ഇപ്പോ മുല്ലശ്ശേരി തറവാട്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ആനെ കൊണ്ടായിരുന്ന വീടായിരുന്നു. അതെ അതെ, ഒരു കൊമ്പനും പിന്നെ ദീപുമോനെ പോലെ ഒരു സിംഹവും. രണ്ടുപേരും ഇപ്പൊ വീട്ടിലില്ല. ജയിലിലൊക്കെ കിടന്നതല്ലേ, അതുകൊണ്ട് വീട്ടുകാർക്ക് ഞാൻ അന്യനായിട്ട് മാറി. ഒരുത്തിയെ സഹായിച്ചതാ. ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പോ അവള് തേച്ചിട്ട് പോയി. വിജിത എന്നോട് എല്ലാം പറഞ്ഞു. അതിനൊക്കെ നിരാശപ്പെട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ദീപൻ ഇനിയൊരു കല്യാണം കഴിക്കണം. പ്രായം അധികമൊന്നും ആയിട്ടില്ലല്ലോ. ഇത് ഞാൻ എപ്പോഴും ദീപുമോനോട് പറയും. പഴയ നിരാശാ കാമുകന്മാരെ പോലെ താടിയും വളർത്തി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പെണ്ണും കെട്ടി കുടുംബമൊക്കെ ആയി കഴിഞ്ഞാലേ പഴയതൊക്കെ അങ്ങ് മറക്കും. ആ,
അതിനെപ്പറ്റിയൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. വേണു, ഇങ്ങ് വന്നേ, ദേ ഇതൊന്ന് നോക്ക്. ഇത് ഇപ്പൊ ഒന്നും പറയാനില്ലേ? വൃത്തിഹീനമായ രീതിയിലാണ് ഓരോന്നും പാകപ്പെടുത്തുന്നത്. ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നവരെ കട പൂട്ടാൻ പോവുക. അയ്യോ സാറേ, പാറ്റ പോയിട്ട് ഒരു പൊടി പോലും പാത്രത്തിൽ ഇല്ലായിരുന്നു. അത്രയ്ക്ക് വൃത്തിയോടെയാ ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. അതിപ്പോ കണ്ടാണല്ലോ സാറേ, കട പൂട്ടിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യരുത്. സാറേ, ഈ നാട് മുഴുവൻ ഈ കടയെപ്പറ്റി നല്ല അഭിപ്രായം സാറേ. അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ വന്നപ്പോ കണ്ടതേ കണക്കിലെടുക്കാൻ പറ്റൂ. കട തുറന്ന് പ്രവർത്തിച്ചാൽ അറസ്റ്റ് ഉണ്ടാവും. എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ എന്താ പ്രശ്നം? ഇവരെ കട പൂട്ടിക്കാൻ വന്നതാ. എന്താ സാറേ? ഞങ്ങള് ഫുഡ് ആൻഡ് സേഫ്റ്റിന്നാ. ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഞാനിവിടുത്തെ കൃഷി ഓഫീസറാ അരുൺകുമാർ. എന്റെയും കൂടെ മേൽനോട്ടത്തിലായി കട നടത്തുന്നത്. മായം കലർന്ന പച്ചക്കറി പോലും ഇവിടെ ഭക്ഷണത്തിന് ഉപയോഗിക്കാറില്ല. എന്നിട്ട് നോക്ക്, പാത്രത്തിൽ മുഴുവൻ പാറ്റയാ. സാറേ, കട പൂട്ടിക്കാൻ മനഃപൂർവ്വം വന്നാണെങ്കിൽ പുഴുക്കളും വണ്ടും പാറ്റയും ഒക്കെ ഉണ്ടാവും. അത് ഈ കടയത്തല്ല, മനഃപൂർവ്വം കട പൂട്ടിക്കാൻ വേണ്ടി വരുന്നവർ കൊണ്ടിടുന്നതാ. എന്റെ സാറേ, കൃഷിയിൽ അമിതമായിട്ട് കീടനാശിനി തളിച്ച അത് നിങ്ങൾ കണ്ടെത്തിയ ആക്ഷൻ എടുക്കില്ലേ? എന്ന് കരുതി ഞാനായിട്ട് ആരെയും മനഃപൂർവ്വം കഞ്ഞൂടി മുട്ടിക്കില്ല. ജൈവവളം ഉപയോഗിച്ച കൃഷി ചെയ്യുന്നത് ഈ നാട്ടുകാര്. ഞാൻ വന്നതിന് ശേഷം അതിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. അത് സാറിന് വേണമെങ്കിൽ ഈ നാട്ടിൽ നടന്നത് അന്വേഷിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെയാ ഈ കടയുടെ കാര്യവും. ഇവിടെ നിന്ന് നല്ല ഭക്ഷണം മാത്രമേ വിളമ്പിയിട്ടുള്ളൂ. കേട്ടു ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വാദിനെ പറ്റി. ഇങ്ങനെയുള്ള പല ഹോട്ടലുകളിലും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കറികളിൽ പലതും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഭക്ഷണത്തിന്റെ സാമ്പിൾ എടുക്കുന്നുണ്ട്. അതിൽ വളഞ്ഞ വഴി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കട ഇനി തുറക്കില്ല. രണ്ടാൾ ഇവിടെ വന്ന് കയറുന്നു. വീട്ടിലേക്ക് പോയ ഒരു ശ്വാസം മുട്ടല, അതുകൊണ്ടാ ഇവിടെ വന്ന് നിന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മൾ നാളെ രാവിലെ തന്നെ തട്ടട തുറക്കും. അത് നടക്കൂ? ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ പത്രം ഇവിടെ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ നിങ്ങളെ എന്നെ മുട്ടിക്കാൻ ഒരുത്തനും വരില്ല. വഴക്കിനും അടിക്കൊന്നും പോണ്ട സാറേ. ഞാൻ എന്റെ വഴിക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് സ്വാധീനമുണ്ടെന്ന് അത് ചെയ്തവന്മാരെ അറിയണമല്ലോ. പിന്നെ ദീപൻ അവന്റെ വഴിക്ക് നീങ്ങിയിട്ടുണ്ട്. വീണ്ടും ദീപനെ ജയിലിൽ കയറ്റരുത്. തട്ടുകട തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ദീപം മാത്രമല്ല, എന്റെ യാത്രയും ജയിലിലേക്ക് തന്നെയായിരിക്കും. കണ്ണനെ വിലങ്ങ് വെച്ചു കൊണ്ടുപോയത് ഞാൻ സഹിച്ചു. ഇനി പവിത്രയും കാർത്തൂനെ ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവന്റെയൊക്കെ തലയെടുത്തിട്ടായാലും ഞാൻ കണ്ണനൊപ്പം പോകും. നിങ്ങൾ വിഷമിക്കാതെ. കട കത്തിക്കാൻ നോക്കി, നടന്നില്ല. അതിനെ തുടർച്ചയായി ഇപ്പൊ കണ്ടത്. എന്ന് കരുതി കരുണന്റെ സന്തോഷത്തിന് അധികം നീളമൊന്നുമില്ല. അവൻ നിങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവനെ ജീവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. പവിത്രേ, നമുക്കൊക്കെ നഷ്ടപ്പെടാൻ കുറച്ചേ ഉള്ളൂ. അതുപോലാണ് അവന്. അതെ, നിങ്ങൾ വന്നേ. ഈ ചെറിയ സംഭവത്തിന്റെ പേരിൽ ഒന്നും കഴിക്കാതിരിക്കണ്ട. വാ വാ. ഞാനൊരു മണ്ണുണ്ണിയാണെന്നുള്ള രീതിയിലായിരുന്നല്ലോ തന്റെ സംസാരം. ഏതായാലും പൂട്ടിച്ചേ. അവന്മാരുടെ ഒക്കെ കഞ്ഞുകൂടി മുട്ടിച്ചേ. ഇനി എന്നെ മോശക്കാരനായി കാണരുത്. തനിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തരാവിടോ. പക്ഷേ ഇനി ആ തട്ടുകട തുറന്ന് പ്രവർത്തിക്കരുത്. ഈ നാട്ടിൽ എവിടെയും അവളുമാര് തട്ടുകട തുറക്കരുത്. വലിയ വലിയ ഹോട്ടലിനേക്കാളും കച്ചവടമാണെന്നാ കേട്ടത്.
കട നടത്തിക്കൊണ്ടു പോയിരുന്നെങ്കിലേ അവളുമാര് രക്ഷപ്പെട്ടേനെ. എനിക്ക് പേടി മറ്റോമാരെയാ. 3 എണ്ണം ഉണ്ടല്ലോ. പപ്പൻ, അരുൺ, ദീപൻ. 3 തനി ഗുണ്ടകളെ പോലെയാ. ഇനി നമ്മളെ സംശയിക്കോ? എടി, ആ തട്ടുകിടക്ക് എന്ത് സംഭവിച്ചാലും എന്നെ സംശയിക്കുന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫുഡ് ഇൻസ്പെക്ടർ നേരിട്ട് വന്ന് ചെക്കിംഗ് നടത്തിയത് കൊണ്ട് ചിലപ്പോ സംശയം നമ്മളിലേക്ക് നീളില്ല. അതിനുവേണ്ടി അടുത്തുള്ള 1-2 കടകളിൽ കൂടി ഫുഡ് ഇൻസ്പെക്ടർ കയറി 1-2 ഒക്കെ അടപ്പിക്കുകയും ചെയ്തു. അത് സംശയം നമ്മളിലേക്ക് നീളാതിരിക്കാനാ. ഇനി മനസമാധാനത്തോടെ ആ റോഡിലൂടെ യാത്ര ചെയ്യാം. എടി സുധേ, എടി ആരാന്ന് നോക്കിയടി. മൂന്നാളും ഒത്തുകൂടിയത് തട്ടുകട പൂട്ടിയതിന്റെ സന്തോഷം കൊണ്ടാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. സാരമില്ല, അധിക കാലമൊന്നും അത് പൂട്ടിക്കിടക്കാൻ പോകുന്നില്ല. അങ്ങനെ പൂട്ടിക്കുന്നവരെ ഞങ്ങള് പൂട്ടിക്കും. ആ ഫുഡ് ഇൻസ്പെക്ടറുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയാൾ എന്റെ പേര് പറഞ്ഞാലോ? അപ്പോ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമായിരിക്കും. എന്റെ അയ്യോ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ അവളുമാരുടെ തട്ടുകടയുടെ മുന്നിൽ കൂടാണോ വന്നത്? അല്ല, അതവിടെ ഉള്ളത് കൊണ്ട് ആ വഴിക്കിപ്പോ വരാറില്ല, കറങ്ങിയാ വരുന്നത്. എന്നാലേ ഇനി മുതൽ ആ വഴിക്ക് വന്നാ മതി. കട പൂട്ടി. കട പൂട്ടിയോ? ആ, എന്റെ പപ്പ ഒരു വാക്ക് പറഞ്ഞാലേ അത് പാലിച്ചിരിക്കും. ഫുഡ് സേഫ്റ്റിന്ന് ആൾക്കാർ വന്നു. ഫുഡിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മായം ചേർക്കുന്നുണ്ടെന്ന്. പിന്നെ പൂട്ടാതിരിക്കാൻ പറ്റുമോ? അതിന്റെ അപ്പുറത്ത് എന്നെ പോലെ ഒരാള് ചെയ്യാൻ പാടില്ലാത്ത വൃത്തികെട്ട കളിയാ ഞാനിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും എന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആ സാധുവായ മനുഷ്യന്റെ മുഖം. മണ്ണിനെ സ്നേഹിച്ച, മനുഷ്യനെ സ്നേഹിച്ച കണ്ണേട്ടന്റെ മുഖം. പപ്പേട്ടനെ വീട്ടിൽ വിട്ടിട്ട് എനിക്ക് ആ മതിലകം വരെ ഒന്ന് പോണം. അവിടെ പോയിട്ടൊന്ന് ടോർച്ച് തെളിക്കണം.